Purity Gold and Diamonds, Kerala and Karnataka, the glow of purity. കാലിയായ ഖജനാവ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് സ്ഥിരമായി UDF പറഞ്ഞിരുന്നത് എന്താ? കാലിയാണ് ഖജനാവ്, കടം മേടിച്ച് മുടിയുകയാണ്, വഴി വെച്ച് തീർന്നു പോകും ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ശമ്പളം മുടങ്ങും. ധാരാളം സർക്കാർ ജീവനക്കാരും യൂണിയൻകാരും ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്, മന്ത്രി എന്ന നിലയിൽ ശമ്പളം കിട്ടുമോ, ശമ്പളം നിന്നു പോയില്ലേ? വാസ്തവത്തിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്ന തരത്തിലേക്കായിരുന്നു. അതിനൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ തോതിലുള്ള ഉപരോധം. ആ ഉപരോധം എല്ലാം ഉള്ളപ്പോൾ തന്നെ ഏറ്റവും നന്നായി കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, 1,15,000 കോടി വർഷം ചെലവാക്കിക്കൊണ്ടിരുന്നിടത്തുനിന്ന് 1,70,000 കോടിയിലധികം വർഷം ചെലവാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. അടുത്ത വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു വർഷം കിട്ടിക്കൊണ്ടിരുന്ന ശരാശരി കേന്ദ്ര വിഹിതത്തിൽ നിന്നും 10,000 കോടി അധികം കിട്ടും. എന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മീഷൻ 16ാം ധനകാര്യ കമ്മീഷന് മുമ്പിൽ കൃത്യമായി കേരളം എല്ലാ കാര്യവും അവതരിപ്പിച്ചതുകൊണ്ട് നേരത്തെ 1.92% ആയിരുന്നു ഡിവിസീവ് പൂളിൽ നിന്ന് കിട്ടിയെങ്കിൽ അതിപ്പോൾ 2.38 ആയിട്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ വർഷം പഴയ പെർസെൻറ്റേജ് ആണെങ്കിൽ കിട്ടുമായിരുന്നത് 27,000 കോടിയാണെങ്കിൽ ഇപ്പോൾ അത് 37,000 കോടിയോളം കിട്ടും. അപ്പോൾ 10,000 കോടി നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിച്ചിട്ട് ആ തരത്തിലേക്ക് അടിസ്ഥാനം വർദ്ധിപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ 5 വർഷം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ 5 വർഷക്കാലം ധനകാര്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച് എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയാം, ഞങ്ങളെ ഈ പറഞ്ഞ റിബീസീവ് പൂളിലുള്ള വരുമാനം വർദ്ധിച്ചു. ഹരിയാനയ്ക്കും കേരളത്തിനുമാണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. പിന്നീട് മാർച്ച് 31 ട്രഷറി മൈനസിലല്ല, 14,000 കോടി പോസിറ്റീവായിട്ടാണ് പിരിഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും ലോൺ എടുക്കുകയും തിരിച്ചടയ്ക്കുകയും വരുമാനം വരികയും ചെലവാകുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ കാഷിന്റെ സ്ഥിതി എന്താ? ലിക്വിഡിറ്റി എന്ന് പറയല്ലോ. ലിക്വിഡിറ്റി ക്രൈസിസ് ഇല്ല. ആക്ച്വൽ വരുമാനം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാളും ഒരു 25,000 കോടി രൂപയിലധികം, 25,000-30,000 കോടി രൂപയെങ്കിലും അധികം ഈ വർഷം. 25,000 കോടി കുറയില്ല, അധികം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്നതിനേക്കാളും 10-25,000 കോടി രൂപ അധികം ഈ വർഷം വരുമാനം വരും. അങ്ങനെ കൃത്യമായി ഓരോ മേഖലയിലും വലിയ തോതിലുള്ള സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തി. കടപരിധിയിൽ നമുക്ക് വലിയ വെട്ടിക്കുറവ് വരുത്തി, എങ്കിലും നമുക്കൊരു കാര്യവും തടസ്സപ്പെട്ടില്ല. നമുക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, സാധാരണ കഴിഞ്ഞ 25 വർഷക്കാലത്തെ 30 വർഷക്കാലത്തെ കണക്കെടുത്താൽ ഓരോ 5 വർഷം കഴിയുമ്പോഴും ആകെയുള്ള ബോറോയിങ് 90%-മോ 100% വർദ്ധിക്കുന്നതാണ് കേരളത്തിന്റെ പഴയ കണക്കുകൾ. പക്ഷേ ഇപ്പോൾ 65%-നപ്പുറം പോയില്ല. 6 ലക്ഷം കോടി രൂപ ആകെ കടമെടുക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് 4,80,000 കോടിയേ എടുത്തുള്ളൂ. അപ്പം 1,4 ലക്ഷം കോടി രൂപ കടമെടുക്കുന്നത് കുറഞ്ഞു. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേരിൽ അവർ വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തി. ഇപ്പോൾ ഒരു വർഷം ശരാശരി 10,000 കോടി രൂപ കിഫ്ബിയുടെ പേരിൽ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് സൈസിൽ നിന്ന് പോവാണ്. എന്നിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പറ്റിയില്ല. ആകെ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഈ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആകെ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് നിൽക്കുന്നത് കുറച്ച് DAയുടെ കുടിശ്ശികയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന സമയത്ത് അതിനേക്കാളും കൂടുതലുണ്ട്. അതിനു മുമ്പത്തെ ഗവൺമെന്റ് സമയത്ത് ശമ്പള പരിഷ്കരണം എല്ലാം വരുമ്പം DA കുടിശ്ശിക കൊടുത്തു തീർക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തു തീർക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ എല്ലാ കുടിശ്ശികകളും കൊടുത്തു തീർത്തെന്ന് മാത്രമല്ല, കാര്യമായ പേയ്മെന്റ് കൊടുക്കാനായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് നിൽപ്പില്ല, കോൺട്രാക്ടർമാരുടെ ഉൾപ്പെടെ. അത്രയും ധനകാര്യ രംഗത്ത് മുന്നോട്ട് വന്നു എന്നുള്ളത് അഭിമാനകരമായി എടുത്തു പറയാവുന്നതാണ്. ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഫിസ്ക്കൽ കൺസോളിഡേഷന്റെ കാര്യത്തിൽ മുന്നിൽ വന്ന 4-5 സ്റ്റേറ്റുകൾ ഒന്നാണ് കേരളം എന്ന് കേന്ദ്രത്തിന്റെ വകുപ്പുകളുടെ ധനകാര്യ പിന്നെ അസസ്മെന്റിനകത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും മെച്ചപ്പെട്ട തരത്തിൽ തന്നെയാണ് ഫിനാൻസിന്റെ ഒരു സ്ഥിതി എത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയെന്നല്ല ഞാനീ പറയുന്നത്. ഇത്രയും കിട്ടാതിരുന്നിട്ടും തരാതിരുന്നിട്ടും ഈ ജനുവരി മാസം 6,000 കോടി രൂപയാണ് കിഫ്ബിയുടെ പേരിൽ വെട്ടിക്കുറച്ചത്. കിഫ്ബി എടുത്തെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തന്നിരുന്ന ബോറോയിങ് കുറച്ചത്. ഇതുപോലെ മറ്റു പല പണവും നമുക്ക് തരാതിരുന്നിട്ടും മാർച്ച് മാസം 31-ാം തീയതി 2 ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ തീർത്തു. എന്നുവെച്ചാൽ അടുത്ത വർഷത്തെയും കൂടി വിഷു പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി മുൻകൂട്ടി കൊടുത്തു. അതുപോലെ തന്നെ മറ്റു ബാധകളൊന്നുമില്ലാതെ കാഷ് ബാലൻസ് 4,000 കോടിയിലധികം ആക്കി. നമുക്ക് 4,000 അല്ല, യഥാർത്ഥം 4,000-ലും കൂടുതലുണ്ട്. അങ്ങനെ ആക്കിയിട്ടാണ് ഈ വർഷം അവസാനിച്ചേക്കുന്നത്. അല്ലാതെ ഒരു സാധാരണഗതിയിൽ വലിയ പ്രതിസന്ധിയായി അവിടെ ഇവിടെയും പേയ്മെന്റ് കൊടുക്കാതിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലുള്ള ടെലിവിഷൻ ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ പരസ്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും കറണ്ട് പേയ്മെന്റ് ആക്കി തന്നെയാണ് പോയേക്കുന്നത്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫിനാൻഷ്യൽ സ്ഥിതിയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ
യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.